ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് IP അഡ്രസ്സിനെ കുറിച്ചായിരുന്നു. അതിൽ IP അഡ്രസ്സിൽ 2 ക്ലാസ്സുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എയും അതേപോലെ തന്നെ ക്ലാസ് ബിയും. എന്താണ് IP അഡ്രസ്സ് എന്നുള്ളതും, IP അഡ്രസ്സിൽ IP വേർഷൻ 4 ഉണ്ട്, IP വേർഷൻ 6 ഉണ്ട്. അതുപോലെ IP വേർഷൻ 4നെ നമ്മൾ 5 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ അതിൽ ക്ലാസ് എയും ക്ലാസ് ബിയും അതിൻ്റെ റേഞ്ചുകൾ, അതെങ്ങനെയാണ് നമുക്ക് സിസ്റ്റങ്ങൾക്ക് IP അഡ്രസ്സ് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് സി IP അഡ്രസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൂടി കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് സിയും നമ്മൾ പഠിച്ചു കഴിയും. ഈ 3 ക്ലാസ്സുകൾ എയും ബിയും സിയും മാത്രമേ നമ്മൾ സിസ്റ്റങ്ങൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. ക്ലാസ് ഡിയും അതേപോലെ തന്നെ ക്ലാസ് ഇയും, ഇത് രണ്ടും മറ്റ് ആവശ്യങ്ങൾക്കാണ്. ഒന്ന് ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടികാസ്റ്റ് എന്ന് പറയുന്ന പർപ്പസിനും, ക്ലാസ് ഇ എന്ന് പറയുന്നത് റിസർച്ച് പർപ്പസിനും വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ അത് നമ്മൾ സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറില്ല. എയും ബിയും സിയും മാത്രമേ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അതിൽ ക്ലാസ് സിനെ കുറിച്ചാണ് നോക്കുന്നത്. ക്ലാസ് സി എന്ന് പറയുന്നത് അത് ചെറിയ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൽ നമുക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 254 ക്ലാസ് സി ഉപയോഗിച്ചിട്ട് ഒരു നെറ്റ്വർക്കിൽ. അപ്പോൾ അത് സാധാരണ ചെറിയ നെറ്റ്വർക്കുകൾ, ചെറിയ ഓഫീസുകളിൽ, ചെറിയ കമ്പ്യൂട്ടർ ലാബുകളിൽ, ഇതിലൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ക്ലാസ് എയിലും ബിയിലും ഒരുപാട് IP അവൈലബിൾ ആയിരുന്നു. കാരണം ഹോസ്റ്റ് ഐഡിയുടെ ഭാഗത്ത് നമുക്ക് ക്ലാസ് എ ആണെങ്കിൽ നമുക്ക് അവിടെ ഏകദേശം ഒരു 3 ബൈറ്റോളം വരുന്നുണ്ടായിരുന്നു. ക്ലാസ് ബി ആണെങ്കിൽ അവിടെ 2 ബൈറ്റോളം വരുന്നുണ്ടായിരുന്നു ഹോസ്റ്റ് ഐഡിയുടെ ഭാഗത്ത്. അത് നമുക്ക് ഇപ്പോൾ 1 മുതൽ 255 വരെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ക്ലാസ് സിയിലോട്ട് വരുന്ന സമയത്ത് അതിൽ IP വേർഷൻ 4ൽ സാധാരണ പറയുന്ന പോലെ 4 ഒക്ടറ്റാണ്. എന്ന് വെച്ചാൽ 8 ബിറ്റ് വെച്ചിട്ട് 4 ഒക്ടറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 ബൈറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ 3 ബൈറ്റാണ് നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് മിസ്റ്റേക്കാണ്. ഫസ്റ്റത്തെ ഇപ്പോൾ ഈ ഒരു പോയിന്റില്ലേ, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഫസ്റ്റത്തെ നെറ്റ്വർക്ക് പോർഷൻ, ഈ കാണുന്നത് നെറ്റ്വർക്ക് പോർഷനാണ്, ഈ കാണുന്നത് നെറ്റ്വർക്ക് പോർഷനാണ്, ലാസ്റ്റത്തെ മാത്രമേ ഉള്ളൂ ഹോസ്റ്റ്. അപ്പോൾ മുകളിൽ ടൈപ്പ് ചെയ്തത് മാറിപ്പോയതാണ്. ആദ്യത്തെ 3 പോർഷൻ, ആദ്യത്തെ 3 ഒക്ടറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെയും പിന്നെയുള്ളൊരു ഒക്ടറ്റ് ഹോസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഫസ്റ്റ് 3 ഒക്ടറ്റ് നെറ്റ്വർക്ക് ഐഡിയും പിന്നെയുള്ള ലാസ്റ്റ് ഒക്ടറ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ഐഡിയുമാണ് വരുന്നത്. ഇത് ക്ലാസ് എയുടെ കോപ്പി ചെയ്തപ്പോൾ മാറിയതാണ്. ഇത് ക്ലാസ് സി ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലാസ് സിയുടെ റേഞ്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് എയ്ക്കും അതേപോലെ ക്ലാസ് ബിക്കും റേഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് സിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ബൈറ്റ് 192നും 223നും ഇടയിലായിരിക്കണം. രണ്ടാമത്തത് 0നും 255നും ഇടയിലായിരിക്കണം. മൂന്നാമത്തതും 0നും 255നും ഇടയിലായിരിക്കണം. നാലാമത്തതും 0നും 255നും ഇടയിലായിരിക്കണം. ഇതാണ് അതിൻ്റെ റേഞ്ച്. ഇതിൽ ആദ്യത്തെ ഇത് നെറ്റ്വർക്ക് ഐഡിയാണ്, ഇതും നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനാണ്, ഇതും നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനാണ്, ഇത് ഹോസ്റ്റിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സിസ്റ്റത്തിന് ഞാൻ IP കൊടുക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ ഞാനൊരു സിസ്റ്റത്തിന് IP കൊടുക്കുന്നത്, എൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ IP ഞാനിവിടെ 192, 168, 192 കൊടുക്കാനുള്ള കാരണം ആദ്യത്തെ ബൈറ്റ് വരുന്നത് 192നും 223നും ഇടയിലുള്ള ഒരു സംഖ്യയാണ് കൊടുക്കേണ്ടത്. ഞാനതിവിടെ 192 എടുത്തു. രണ്ടാമത്തത് 0നും 255നും ഇടയിൽ വരുന്നൊരു സംഖ്യയാണ് കൊടുക്കേണ്ടത്. ഞാൻ അവിടെ 168 കൊടുത്തു. മൂന്നാമത്തത് 0നും 255നും ഇടയിൽ വരുന്നതാണ്. ഞാൻ അവിടെ ഒരു 100 കൊടുത്തു. നാലാമത്തത് 0നും 255നും ഇടയിൽ വരുന്നൊരു സംഖ്യയാണ്. ഞാൻ അവിടെ 1 എന്ന് കൊടുത്തു. ഇതാണ് ഞാൻ ഫസ്റ്റത്തെ കമ്പ്യൂട്ടറിന് കൊടുത്ത IP. അപ്പോൾ ആദ്യത്തെ ഈ 3 ഭാഗമാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ID. അതേ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്ന അടുത്തൊരു കമ്പ്യൂട്ടർ എടുത്തിട്ട് എനിക്ക് IP കൊടുക്കുമ്പോൾ ആ 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ID ഏതെടുത്തേ 192, 168, 100 അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കമ്പ്യൂട്ടറിനും 192,
168 100 തന്നെ കൊടുക്കണം. ഈ ഹോസ്റ്റ് ഐ ഡിയുടെ അവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്തണം. അത് നിർബന്ധമായിട്ട് മാറ്റം വരുത്തണം. അപ്പോൾ 1 കൊടുത്തു, അപ്പോൾ അടുത്തതിന് 2 കൊടുക്കാം. അടുത്തൊരു പി സി ഉണ്ടെങ്കിൽ 192 168 100 3 കൊടുക്കാം. അടുത്തൊരു പി സി 192 168 100 4 കൊടുക്കാം. വേറൊരു പി സി ഉണ്ടെങ്കിൽ 192 168 100 5 കൊടുക്കാം. അടുത്ത പി സി 192 168 100 6 കൊടുക്കാം. ഇതിൻ്റെ എല്ലാം നെറ്റ്വർക്ക് ഐ ഡി എന്താണ്? സെയിം ആണ്. ഇതാണ് ക്ലാസ് സിയുടെ റേഞ്ച് വരുന്നത്. അപ്പം നെറ്റ്വർക്ക് ഐ ഡി സെയിം ആയിരിക്കണം. ഇങ്ങനെ പോയി എത്ര കൊടുക്കാം നമുക്ക്? ഇപ്പം 6 കൊടുത്തു, പിന്നെ 7 ഉണ്ട്, പിന്നെ അവസാനം 8 ആക്കാം 9 ആക്കാം, അങ്ങനെ പോയി 255 വരെ കൊടുത്തൂടെ? അപ്പോൾ അവസാനത്തെ ഐ പി 192 168 100 255 ഇതിൽ അവസാനത്തെ ഐ പി വരുന്നത്. അത്ര ഐ പി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്, ഇത് ചെറിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐ പി അഡ്രസ് റേഞ്ച് ആണ് ഏത്? ഈ ക്ലാസ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സും പഠിച്ചു. 3 ക്ലാസ്സിൻ്റെ റേഞ്ച് നമ്മൾ കാണാതെ അറിഞ്ഞു വെക്കണം. അപ്പോൾ റേഞ്ച് ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് എയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലാസ് എയുടെ റേഞ്ചാണ് 1 to 126.0 to 255 0 to 255 0 to 255. ഇതിലെ ആദ്യത്തെ ഈ ഒരു ഭാഗമാണ് നെറ്റ്വർക്ക് ഐ ഡി. പിന്നെയുള്ള ഈ ഒരു 3 ബൈറ്റ് ഹോസ്റ്റ് ഐ ഡി, 3 ഒക്ടറ്റ് അല്ലെങ്കിൽ അങ്ങനെയും പറയാം. ക്ലാസ് ബിയിൽ വരുമ്പോൾ, ക്ലാസ് ബിയുടെ കാര്യം വരുമ്പോൾ 128 മുതൽ 191 വരെ. അടുത്തത് 0 to 255 0 to 255 0 to 255. ഇതിൽ ഇത് നെറ്റ്വർക്ക് ഐ ഡി, രണ്ടാമത്തതും നെറ്റ്വർക്ക് ഐ ഡി, ഇത് രണ്ടെണ്ണം ഹോസ്റ്റ് ഐ ഡി. ക്ലാസ് സിയിൽ വരുമ്പോൾ 192 മുതൽ 223 വരെ 0 to 255 0 to 255 0 to 255. ഇതിൽ ആദ്യത്തെ 3 എണ്ണം ഇത് നെറ്റ്വർക്ക് ഐ ഡി, പിന്നെ ഇത് ഹോസ്റ്റ് ഐ ഡി. ഇതാണ് ക്ലാസ് സി. അപ്പോൾ ക്ലാസ് എയും ബിയും സിയും ഇതിന് നമുക്ക് സിസ്റ്റങ്ങളെ സെറ്റ് ചെയ്യാനായിട്ട് അറിയണം. അപ്പോൾ ക്ലാസ് എയിൽ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണം? ക്ലാസ് എയിൽ ഒരു ഉദാഹരണം 10.0.0.1 കൊടുത്താൽ അടുത്ത കമ്പ്യൂട്ടറിനും 10.0.0.1 ആയിരിക്കണം. ഈ 10 എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് 172.16.0.1 കൊടുത്തു, അടുത്തതിന് 172.16.0 അത് തന്നെ കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം സെയിം ആയിരിക്കണം. ക്ലാസ് സിയിൽ 192 168 10.1 കൊടുത്താൽ രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് 192 168 10.2 തന്നെ കൊടുക്കണം. ആദ്യത്തെ 3 ബൈറ്റ് സെയിം ആയിരിക്കും. ഇതാണ് ക്ലാസ് എയിലും ബിയിലും സിയിലും നമ്മൾ ഐ പി സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഐ പി സെറ്റ് ചെയ്താലേ ഉള്ളൂ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ബേസിക് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ CCNA എന്ന് പറഞ്ഞ സിലബസിലോട്ട് കടന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ബേസിക്കാണ്. അപ്പോൾ ഈ ഐ പി അഡ്രസ് എന്ന് പറയുന്ന ഭാഗം ഞാൻ വീണ്ടും പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലാസ് എയും ബിയും സിയുടെ റേഞ്ച് നിങ്ങൾക്ക് കാണാതെ അറിയണം. ഇത് കൊടുക്കുമ്പോൾ ഇതിൽ ഇത്ര ഭാഗം നെറ്റ്വർക്ക് ഐ ഡി ആണെന്നുള്ളതും ഇത്ര ഭാഗം ഹോസ്റ്റ് ഐ ഡി ആണെന്നുള്ളതും അറിയണം. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ഐ ഡിയുടെ ഭാഗം എല്ലാവരുടെയും സെയിം ആയിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് ക്ലാസ് എയും ബിയും സിയും. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യാനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ CCNAയുടെ എല്ലാ ക്ലാസ്സുകളും ഇനി നിങ്ങൾക്ക് CCNA പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ പി അഡ്രസ്സിനെ കുറിച്ച് ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് എയും ബിയും സിയും അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ് ഡിയുടെയും ഇയുടെയും കാര്യം നോക്കാം. ക്ലാസ് ഡിയും ഇയും സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് ഒന്ന് മൾട്ടികാസ്റ്റിനും ഒന്ന് റിസർച്ചിനുമാണ്. അപ്പോൾ ആ റേഞ്ച് നമ്മൾ അറിഞ്ഞു വെക്കണം. ഇപ്പോൾ ക്ലാസ് എയുടെയും ബിയുടെയും സിയുടെയും റേഞ്ച് അറിഞ്ഞു, അതേപോലെ ക്ലാസ് ഡിയുടെയും ക്ലാസ് ഇയുടെയും റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടികാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്താണ് മൾട്ടികാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നിൽ നിന്ന് ഒരു സെൻഡർ
റിസീവ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിന് നമുക്ക് മൾട്ടി കാസ്റ്റിംഗ് എന്ന് വിളിക്കാം. അത് നമ്മൾ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യാറില്ല. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ 1 to 1 കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റ് എല്ലാ ഡിവൈസിലോട്ടും ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പറയുന്നത് നോട്ട് അസൈൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ അസൈൻ ചെയ്യാറില്ല. പിന്നെ നോട്ട് യൂസർ ടു സോഴ്സ് ഡെസ്റ്റിനേഷൻ ഫോർ റെഗുലർ ഹോസ്റ്റ്. സാധാരണ ഹോസ്റ്റുകൾക്ക് സോഴ്സിലും ഡെസ്റ്റിനേഷനും സെറ്റ് ചെയ്യാറില്ല. എവിടെ സെറ്റ് ചെയ്യാറുള്ളത്? യൂസർ ടു സെൻഡ് ഡാറ്റ ടു മൾട്ടിപ്പിൾ ഡിവൈസസ് അറ്റ് ദ സെയിം ടൈം. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഒന്നിൽ കൂടുതൽ ഡിവൈസിലോട്ട് ഒരേ സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ് ഇത് ക്ലാസ് ഡി. അങ്ങനത്തെ ഡിവൈസുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ക്ലാസ് ഡി. അപ്പോൾ ക്ലാസ് ഡിയുടെ എന്താണ് മൾട്ടികാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയിട്ടുണ്ട്. മൾട്ടികാസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു വൺ സെൻഡർ ടു മെനി റിസീവേഴ്സ് സ്പെസിഫൈഡ് ഗ്രൂപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അത് സെലക്റ്റഡ് ആൾക്കാർക്ക് മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു സെൻഡർ ഒരാൾ സെൻഡ് ചെയ്യുന്നു, ഒരു 100 പേരുണ്ട്. ആ 100 പേരിൽ 50 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ആ 50 പേർക്ക് മാത്രമേ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ചെയ്യുന്നതിനാണ് മൾട്ടി കാസ്റ്റിംഗ് എന്ന് വിളിക്കുക. വേറൊരു ടൈപ്പ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ബ്രോഡ്കാസ്റ്റിംഗ് എന്താ? ബ്രോഡ്കാസ്റ്റിംഗ് ഇതേപോലെ തന്നെ ഒരു സെൻഡർ ആണ്, ഒരുപാട് റിസീവർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ഒരാൾ സെൻഡ് ചെയ്ത് 100 പേർക്കും കിട്ടും. അതിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര പേർക്ക് മാത്രമേ കിട്ടാവൂ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇപ്പൊ ചാനലുകളൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒക്കെ എഴുതി കാണിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് എന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതെന്താ, അവർ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് സ്ട്രീം ചെയ്യുന്ന പരിപാടി ഏഷ്യാനെറ്റ് ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അവൈലബിൾ ആയില്ലേ? അപ്പോൾ ഒരു സെൻറ്റർ അല്ലേ ഉള്ളൂ, ഏഷ്യാനെറ്റ് ഒറ്റ ഒന്നല്ലേ ഉള്ളൂ, അവർ എല്ലാവർക്കും കിട്ടുന്നില്ലേ ഏഷ്യാനെറ്റുള്ള എല്ലാവർക്കും? മൾട്ടികാസ്റ്റിംഗ് എന്താ? സെൻഡ് ചെയ്യാൻ ഒരാൾ, പക്ഷെ റിസീവ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അത് ആർക്കൊക്കെ റിസീവ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് മൾട്ടികാസ്റ്റിംഗ് എന്ന് വിളിക്കാം. പിന്നെ CCNA ഇത്ര IP അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് CCN എത്തുമ്പോൾ ഞാൻ അതിൻ്റെ മൾട്ടികാസ്റ്റ് അഡ്രസ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ക്ലാസ് സി അവസാനിച്ചത് എവിടുന്ന 223 എന്നാണ്. അപ്പോൾ ക്ലാസ് എ അവസാനിച്ചത് 126 എന്നാണ്. ക്ലാസ് ബി തുടങ്ങിയത് 128 എന്നാട്ടോ. അപ്പോൾ അവിടെ ഒരു IP അഡ്രസ്സ് മിസ്സിംഗ് ഉണ്ട്, 127. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ, 127 എന്ന് പറയുന്ന റേഞ്ച് അവിടെ മിസ്സിംഗ് ആണ്. നമുക്ക് ആ അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് എഴുതിയപ്പോൾ മാറിപ്പോയൊന്നുമല്ല, ആ ഒരു റേഞ്ച് 128 മുതലാണ് ക്ലാസ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലാസ് എ അവസാനിക്കുന്നത് 126 എന്നാണ്. അപ്പോൾ ക്ലാസ് സി അവസാനിച്ചത് എവിടുന്ന 223 എന്നാണ് അല്ലേ? ക്ലാസ് ഡി ഉപയോഗിക്കുന്നത് 224 മുതൽ 239 വരെയാണ് ആദ്യത്തെ ബൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനങ്ങനെ നെറ്റ്വർക്ക് ID ഹോസ്റ്റ് ID എന്നൊന്നുമില്ല, കാരണം ഇത് നമ്മൾ സിസ്റ്റങ്ങൾക്ക് അസൈൻ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ക്ലാസ് ഡിയുടെ റേഞ്ച്. ഈ റേഞ്ചും നിങ്ങൾ അറിഞ്ഞു വെക്കണം. ക്ലാസ് ഡി. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്ലാസ് ബിയുടെ റേഞ്ച് ചോദിച്ചാൽ 128 to 191 എന്ന് പറയാൻ അറിയണം. ക്ലാസ് എയുടെ ചോദിച്ചാൽ 1 to 126. ക്ലാസ് സിയുടെ ചോദിച്ചാൽ 192 to 223 അടിക്കണം ആദ്യത്തെ ബൈറ്റ് എന്നുള്ളതും. ക്ലാസ് സിയുടെ ആദ്യത്തെ 3 ബൈറ്റാണ് നെറ്റ്വർക്ക് ID എന്നുള്ളതും, 1 ബൈറ്റാണ് ഹോസ്റ്റ് ID എന്നുള്ളതും. ക്ലാസ് ബിയുടെ ആദ്യത്തെ 2 ബൈറ്റാണ് നെറ്റ്വർക്ക് ID എന്നുള്ളതും, 2 ബൈറ്റ് ഹോസ്റ്റ് ID ആണെന്നുള്ളതും. ക്ലാസ് എയുടെ ആദ്യത്തെ 1 ബൈറ്റാണ് നെറ്റ്വർക്ക് ID, ബാക്കിയുള്ള 3 ബൈറ്റ് ഹോസ്റ്റ് ID ആണെന്നുള്ള കാര്യവും നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സിസ്റ്റങ്ങൾക്ക് അസൈൻ ചെയ്യണമെങ്കിൽ IP അഡ്രസ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, CCNA എന്ന് പറയുന്നത് മൊത്തം ഈ IP അഡ്രസ്സിനെ അറിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഫുൾ IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓരോ വട്ടവും പറയണത്. അപ്പോൾ ക്ലാസ് ഡി കഴിഞ്ഞു. ക്ലാസ് ഡി മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്ലാസ് ഇ എന്ന് നോക്കാം നമുക്ക്. ക്ലാസ് ഇ എന്ന് പറയുന്നത്, ക്ലാസ് ഇ അഡ്രസ് ആർ റിസർവ്ഡ് ഫോർ എക്സ്പെരിമെന്റൽ ആൻഡ് റിസർച്ച് പർപ്പസ്. They are not used for normal networking and you not see them assigned to device in the real network. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ക്ലാസ് ഇ എന്ന് പറയുന്നത് നോർമൽ നെറ്റ്വർക്കിന് യൂസ് ചെയ്യാറില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പെരിമെന്റൽ ആൻഡ് റിസർച്ച് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സാണ് ഈ ക്ലാസ് ഇ എന്ന് പറയുന്നത്. അത് റിയൽ നെറ്റ്വർക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ അതിന് റേഞ്ച് ഉണ്ട്. ക്ലാസ് ഡിക്ക് റേഞ്ച് ഉള്ള പോലെ ക്ലാസ് ഇക്ക് എന്തുണ്ട്? റേഞ്ച് ഉണ്ട്. അപ്പോൾ ക്ലാസ് ഇയുടെ റേഞ്ച് ഏതാണ് എന്ന് നമുക്ക് നോക്കാം.
ക്ലാസ് ഇയുടെ റേഞ്ച് വരുന്നത് ക്ലാസ് ഇയുടെ റേഞ്ച് 240 മുതൽ 255 വരെയും ബാക്കിയുള്ളതൊക്കെ ഇതിനും ഇതേപോലെ നെറ്റ്വർക്ക് ഐ ഡി ഹോസ്റ്റ് ഐ ഡി എന്ന് പറയുന്ന ഭാഗമൊന്നുമില്ല കേട്ടോ. എല്ലാം എന്താണ്, അങ്ങനെ ഒരു ഭാഗവുമില്ല. ഇത് ക്ലാസ് റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇതിൻ്റെ 4 റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എയും ബിയും സിയും ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഐ പി അഡ്രസ്സിനെ കുറിച്ച് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഐ പി അഡ്രസ്സിൻ്റെ അത് തീർന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. സബ്നെറ്റ് മാസ്ക് അതും അറിഞ്ഞിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഐ പി അഡ്രസ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്നെറ്റ് മാസ്ക്. അടുത്ത വീഡിയോ നമുക്ക് സബ്നെറ്റ് മാസ്കിനെ കുറിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സബ്നെറ്റ് മാസ്ക് ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.